ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പോൾ വേണ്ടി പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും വാങ്ങാനിരിക്കുന്ന പുതിയ വീട് ഇരുവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ പറയുകയും ചെയ്യുന്നുണ്ട്, ശ്രുതി നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് സ്വന്തമാക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കണ്ടപാടെ എനിക്ക് ഈ ഒരു വീട് ഇഷ്ടമായി, നമുക്കിത് എങ്ങനെയാണ് നേടിയെടുക്കാം ശ്രുതി എന്ന് ശ്രുതിയും മറുപടി പറയുന്നുണ്ട്. അങ്ങനെ അവർ ഓണറിൻ്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ഈ ഒരു വീട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ വേഗം തന്നെ 3 കോടി രൂപ തരാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾക്കിത് വിൽക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വിൽക്കുന്നതല്ല. ഞങ്ങൾക്ക് ദുബായിലാണ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ഈ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. 5 കോടി രൂപ വരെ ഒരു വീടിന് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ 3 കോടി രൂപയ്ക്ക് കൊടുക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി വേഗം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന നേരത്ത് പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ഞങ്ങളൊരു 5 വർഷം മുന്നെയാണ് ഈ ഒരു വീട് നോക്കിയത്. അന്നേരം ഈ വീടിന് 2 കോടി രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ലാഭമൊന്നും ഞങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ 1 കോടി രൂപ കൂടുതൽ മേടിക്കുന്നുള്ളൂ. 5 കോടി രൂപ വരെ ഈ ഒരു വീടിന് കിട്ടും, പക്ഷെ ഞങ്ങൾക്ക് 3 കോടി രൂപ മതി എന്ന് ഈ ഒരു വീടിൻ്റെ ഓണർ പറയട്ടെ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവർ വേഗം പറയണേ, ഞങ്ങൾക്ക് തന്നെ ഈ ഒരു വീട് തരണം, മറ്റാർക്കും മറിച്ചു കൊടുക്കരുത്. പിന്നെ 3 കോടി രൂപ വേഗം തരാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ടൊരു 30 ലക്ഷം രൂപ തരാം, ബാക്കിയുള്ളത് പിന്നീട് തരാമെന്ന് പറയുന്ന സമയത്ത് ഇവർ സമ്മതിക്കുന്നുണ്ട്. ഇവർ പറയുകയാണ്, ഈ വരുന്നൊരു ദിവസം നമുക്ക് അമ്പലത്തിൽ വെച്ച് 5 ലക്ഷം രൂപ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നാൽ മതി, ബാക്കിയുള്ള തുക 25 ലക്ഷം രൂപ നിങ്ങൾ കുടുംബസമേതം എല്ലാവരെയും കൂട്ടി ഇവിടെ 2 ദിവസം വന്ന് താമസിക്കുക. ഇവിടുത്തെ ചുറ്റുപാടൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു വീട് മേടിച്ചാൽ മതി. അവർ താമസിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ ബാക്കി 25 ലക്ഷം രൂപ തന്നാൽ മതി. ബാക്കി തുകയായ 2 കോടി 75 ലക്ഷം രൂപ അത് 6 മാസം കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അവരെ സമ്മതിക്കുക കേട്ടോ. അങ്ങനെ ഒരു ഡീലൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ആനന്ദിനോടായിട്ട് നന്ദി പറയുന്നുണ്ട്. കാരണം ഒരു വീടിനെ കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ചൊക്കെ ആയിട്ട് ഇവരോടായിട്ട് പറഞ്ഞു. അങ്ങനെ ആ ഒരു വീട് മേടിക്കാം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ ഇവർ പോവുകയാണ്, ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന ചതി അറിയാതെ. അതായത് ശ്രുതിയും പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് തൊട്ട് പിന്നാലെ തന്നെ ഈ ഒരു ഓണറും അവരുടെ വൈഫും കൂടിയിട്ട് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷിക്കുകയാണ്. കാരണം ഇവർ വ്യാജന്മാരാണ് കേട്ടോ. ഇവർ ഇതുപോലെ തന്നെ പല വീടുകൾ വാടകയ്ക്ക് എടുത്തതിന് ശേഷം തങ്ങളുടെ വീടാണെന്നും പറഞ്ഞുകൊണ്ട് കള്ള എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പറ്റിച്ച് ഇവർ നാട് വിടുന്ന ആൾക്കാരാണ്. അതേ രീതിയിൽ തന്നെ ഇവർ ശ്രുതിയും തങ്ങളുടെ ചതിയിൽ കുടുങ്ങിയല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നുണ്ട്, എത്രയും വേഗം തന്നെ ഈ ഒരു ഡീലൊക്കെ ഓക്കെ ആക്കിയതിന് ശേഷം നമുക്കിവിടെ നാട് കിടക്കണം, ഇവിടെ നിന്നിട്ട് ചെന്നൈയിൽ നല്ലൊരു വീടുണ്ട്, അവിടെ ചെന്ന് അടുത്ത ഡീലിങ്സ് നമുക്ക് അവിടെ വെച്ച് നടത്താം എന്നൊക്കെ ഇവർ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. രേവതി ഒരു ഓഡിറ്റോറിയത്തിന് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തിരുന്നില്ല, അതിൻ്റെ ബാക്കി തുക മേടിച്ചിട്ട് മാനേജറോട് പറയുന്നുണ്ട്, ഇവിടുത്തെ വേറെ എന്തെങ്കിലും ഓർഡർ വരുവാണെങ്കിൽ അതേക്കുറിച്ച് അതുകൂടെ എനിക്ക് തരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെ തരാൻ സാധിക്കില്ല. ഇവിടെ നിത്യേന ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, അവരുടെ പേരെന്താ ഗൗരി അങ്ങനെ എന്താണ് കേട്ടോ പറയുന്നത്. അവർ വന്നതിന് ശേഷം അവരാണ് എവിടെ നിന്നുള്ള വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്, അവർക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, അവർ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നിരുന്നാലും ചെറിയ വർക്കുകളൊക്കെ വരുന്ന സമയത്ത് എന്നെയും കൂടി ഒന്ന് അറിയിക്കണമെന്ന് രേവതി പറയുന്ന സമയത്ത് മാനേജർ അറിയിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് പോവാണ്ട്. അപ്പോൾ ഈ ഒരു പുതിയൊരാൾ, അതായത് ഈ ഒരു ഇതിൻ്റെ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ കുറച്ചധികം ഭയങ്കരമാണ്. നമ്മുടെ മാനേജറുടെ സംസാരത്തിലൂടെ തന്നെ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്. രേവതി പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയം തന്നെയാണ് അവരങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണം നടന്നിട്ടുണ്ട്, ആ ഒരു മണ്ഡപത്തിൻ്റെ ഡെക്കറേഷൻ കൊടുത്തത് വേറൊരാൾക്കാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ വരുന്നത്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വണ്ടിയുടെ ഡ്രൈവർ ഇവരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്ന സമയത്ത് ഇവരുടെ ആ ഒരു സ്വഭാവത്തിലൊക്കെ തന്നെ അറിയാൻ സാധിക്കുന്നു, ഇവർ ഭയങ്കര വാശിക്കാരിയാണെന്നുള്ള കാര്യം. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ മാനേജറുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും മാനേജർ ഇവർ കാണുമ്പോൾ തന്നെ പേടിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം പറയുന്നുണ്ട്, ഇവിടുത്തെ ഡെക്കറേഷൻ വർക്ക് ഞാനായിട്ട് തന്നെ കൊടുത്തതല്ല, ഇവിടുത്തെ ഓണർ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണർ ആ പെൺകുട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കൊടുക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. രേവതി എന്നാണെന്ന് മാനേജർ മറുപടിയും പറയട്ടോ. രേവതി ഓക്കെ, എന്തായാലും ഇവിടെ ഒരു കല്യാണ ഡെക്കറേഷൻ വർക്ക് നടന്നല്ലേ, അവരായിട്ട് നിങ്ങൾക്കൊന്നും തന്നു കാണില്ല, പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാനിവിടെ എന്തെങ്കിലും ഡെക്കറേഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ തുക നിങ്ങൾ മാനേജറെ നിങ്ങൾക്ക് നൽകാറുണ്ട്, അതുകൊണ്ട് എനിക്ക് പിടിച്ചോളം പറഞ്ഞുകൊണ്ട് ഒരു നിശ്ചിത തുക ഇദ്ദേഹത്തിൻ്റെ കൈകളിലേക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹം അടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഇനിയുള്ള വർക്കുകളൊന്നും തന്നെ വേറെ ആർക്കും വിട്ടുപോകരുത്, എനിക്ക് വേണ്ടി തരുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ കയ്യിലായിട്ട് ഏൽപ്പിച്ച തുകയാണിത് എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നതിന് തൊട്ടു മുന്നേ തന്നെ രേവതിയെക്കുറിച്ച്
കുറിച്ചൊക്കെ ചോദിച്ചറിയുന്ന സമയത്ത് മാനേജർ പറയുന്നത് നിങ്ങൾ വന്ന സമയത്താണ് ആ പെൺകുട്ടി അങ്ങോട്ട് പുറത്തേക്ക് പോയത്, അവരെ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം രേവതിനെ കാണിച്ചു കൊടുക്കുകയാണ്. രേവതിനെ തന്നെ രൂക്ഷമായി തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു നമ്മുടെ രേവതിയുടെ പ്രതിനായിക, അതായത് ആ ഒരു ഡെക്കറേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രേവതി വളരെ സന്തോഷത്തോടെ തന്നെ വീട്ടിലേക്ക് ചെന്നിട്ട് എല്ലാവർക്കും ലഡ്ഡു ഒക്കെ കൊടുക്കുന്നുണ്ട്. രവി കാര്യം തിരക്കുന്ന സമയത്ത് ഇങ്ങനെ ഡെക്കറേഷൻ വർക്ക് ചെയ്തിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അവിടെ എന്തെങ്കിലും വർക്ക് വരണം എന്നോട് പറയാമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല അന്നത്തെ ബാക്കി തുകയും കൂടെ അവർ നൽകി, അതിൻ്റെ സന്തോഷത്തിൻ്റെ പേര് നൽകിയതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട് തോന്നിയ സമയത്ത് പോകും, തോന്നിയ സമയത്ത് വരെ എന്നിട്ട് ഏത് സമയത്തും മധുരം മേടിച്ചുകൊണ്ട് വരെ നിങ്ങൾക്ക് ഷുഗർ ഉള്ളതെന്നൊക്കെ അറിയാൻ പാടില്ല എന്നൊക്കെ രവിയോട് ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് രവി പറയുന്നുണ്ട് ചന്ദ്ര ഇതൊന്നും ഒരു മധുരം എടുത്ത് കഴിക്കുക, എന്തായാലും കുടുംബത്തിലൊരാൾക്ക് നല്ല സംഭവിച്ചില്ലേ കഴിക്കാൻ പറയുന്ന സമയത്ത് ചന്ദ്ര മടിച്ച് നിൽക്കുന്നുണ്ട്. വേഗം തന്നെ രവി പറയുന്നുണ്ട് നീ ഒന്ന് എഴുന്നേറ്റേ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര എഴുന്നേൽക്കുന്നുണ്ട്. നീ ഇത് കഴിക്കുന്നുണ്ടോ, നിനക്ക് വേണ്ട എന്നാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര വാ പൊടിച്ച് നിൽക്കുന്ന സമയം തന്നെ ഈ ഒരു ലഡ്ഡു ചന്ദ്രയുടെ വായിലേക്കായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ രേവതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ആ ഒരു സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിനോടായിട്ട് രേവതി ഈ ഒരു ഡെക്കറേഷൻ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. അവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം കാണാൻ പോയിരിക്കുന്ന വീട് അത് ഭയങ്കര വലുതാണ്, മാത്രമല്ല ആ ഒരു വീട് ഞങ്ങൾ സ്വന്തമാക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര കെറ്റപ്പോഴോട് സംസാരിക്കുന്നു. ഞാനൊരൊറ്റാൾ മാത്രമേ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഓടി നടക്കാനായിട്ട്, ബിസിനസ് ഐക്കോണായി പോയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ശ്രുതിയുടെ അഹങ്കാരത്തിന് ചോടെ പിടിച്ച് തന്നെ ചന്ദ്രയെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവരവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. രവിയാണെങ്കിൽ സച്ചിവരായിട്ട് പറയുന്നത് അവൻ ഓരോ പടി വീഴുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ എന്ത് ചെയ്യുന്നതിന് മുന്നും പിന്നും ആലോചിക്കുന്ന ഒരു കണക്കിന് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോകുന്നുണ്ട്. സച്ചി ആണെങ്കിലോ വരാൻ പോകുന്ന എന്തോ ഒരു ദുസ്സൂചനയായി തന്നെ ഇത് കണ്ടുകൊണ്ട് ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.